നമസ്കാരം. രാജ്യത്തെ തന്നെ ഒന്നടങ്കം നടക്കിയ കേസായിരുന്നു ആദ്യ പാഴ്സൽ ബോംബ് സ്ഫോടനം. അന്ന് നടന്ന പൊട്ടിത്തെറിയിൽ 2 പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇപ്പോഴത്തെ കേസിൽ വിധി പുറത്തു വന്നിരിക്കുകയാണ്. കേസിൽ പ്രതിയായ മുൻ കോളേജ് പ്രൊഫസർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ഒഡീഷയിലെ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന പുഞ്ചിലാൽ മെഹറിനെയാണ് കോടതി ശിക്ഷിച്ചത്. അതുപോലെ പ്രതി 50,000 രൂപ പിഴയൊടുക്കണമെന്നും കോടതി ഉത്തരവിടുകയും ചെയ്തു. 2018 ഫെബ്രുവരി 23-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒഡീഷയിലെ പട്നാഘട്ടിൽ പാഴ്സൽ ബോംബ് പൊട്ടിത്തെറിച്ച് നവവരനായ യുവാവും ബന്ധുവായ 85 വയസ്സുകാരിയും ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. പട്നാഘട്ട് സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ സൗമ്യ ശേഖർ സാഹു, ഇദ്ദേഹത്തിന്റെ ബന്ധുവായ ജനമണി എന്നിവർക്കാണ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായത്. സൗമ്യ ശേഖറിന്റെ വിവാഹം കഴിഞ്ഞ വെറും 5-ാം ദിവസമായിരുന്നു ദാരുണ സംഭവം നടന്നത്. സ്ഫോടനത്തിൽ സൗമ്യ ശേഖറിന്റെ ഭാര്യ റീമയ്ക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയിരുന്നു. വിവാഹ സമ്മാനം എന്ന പേരിലാണ് പ്രതി പൂജിലാൽ മെഹറിൻ ബോംബ് പാഴ്സലായി അയച്ചത്. തുടർന്ന് നവദമ്പതിമാരും ബന്ധുക്കളും സമ്മാനം തുറന്നു നോക്കുന്നതിനിടെ സ്ഫോടനമുണ്ടാവുകയും 2 പേർ കൊല്ലപ്പെടുകയുമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പാഴ്സൽ ബോംബ് കേസായി ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച സംഭവത്തിൽ ആദ്യം ഒഡീഷ പോലീസും പിന്നീട് ഒഡീഷ ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷണം നടത്തിയത്. പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനകളും ലഭിക്കാതിരുന്ന കേസിൽ അന്വേഷണം വഴിതെറ്റിക്കാനായി പ്രതി തന്നെ പോലീസിന് എഴുതിയ ഒരു കത്താണ് ഒടുവിൽ കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് പോലീസ് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയായ പുജിലാൽ മെഹറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊല്ലപ്പെട്ട സൗമ്യശേഖർ സാഹുവിന്റെ അമ്മ സംയുക്ത സാഹുവും പ്രതിയായ പൂജിലാലും ഭൈസയിലെ ജ്യോതി വികാസ് കോളേജിലെ പ്രൊഫസർമാരായിരുന്നു. സഹപ്രവർത്തകയുടെ മകന്റെ വിവാഹ ചടങ്ങിലും പിന്നീട് സൗമ്യശേഖറിന്റെ സംസ്കാര ചടങ്ങിലും പ്രതിയായ പൂജിലാൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് പങ്കെടുത്തത്. പക്ഷേ പോലീസിനെ വഴിതെറ്റിക്കാനായി പ്രൊഫസർ കാണിച്ച അതിബുദ്ധി ഒടുവിൽ അയാൾക്ക് തന്നെ പാരയായി മാറുകയായിരുന്നു. ജ്യോതി വികാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പളായിരുന്നു ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായിരുന്ന പൂജിലാൽ മെഹർ. ഇയാളെ പിന്നീട് പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും സൗമ്യശേഖർ സാഹുവിന്റെ അമ്മയായ സംയുക്ത സാഹുവിനെ പ്രിൻസിപ്പളായി നിയമിക്കുകയും ചെയ്തു. ഇതിന്റെ പക മൂലമാണ് പാഴ്സൽ ബോംബ് സ്ഫോടനത്തിൽ കലാശിച്ചതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പാഴ്സൽ ബോംബ് നിർമ്മിച്ചതും കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും പൂജിലാൽ ഒറ്റയ്ക്കായിരുന്നു. കേസിലെ ഏക പ്രതിയും ഇയാളാണ്. സംഭവത്തിന് 1 വർഷം മുൻപേ തന്നെ ഇയാൾ പാഴ്സൽ ബോംബ് നിർമ്മാണത്തിനുള്ള ആസൂത്രണം ആരംഭിച്ചിരുന്നു. ദീപാവലി ആഘോഷങ്ങൾക്കെന്ന പേരിൽ നിരവധി പഴക്കങ്ങളും മറ്റു വാങ്ങിക്കൂട്ടിയ പ്രതി ഇതിലെ വെടിമരുന്ന് ഉപയോഗിച്ചാണ് പാഴ്സൽ ബോംബ് നിർമ്മിച്ചത്. ഇന്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു സ്ഫോടന വസ്തുവിന്റെ നിർമ്മാണം. ബോംബ് നിർമ്മിച്ച ശേഷം ഇതിൽ ചിലത് പരീക്ഷിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് പാഴ്സൽ ബോംബ് വിവാഹ സമ്മാനമായി അയച്ചത്. കൃത്യത്തിൽ പിടിക്കപ്പെടാതിരിക്കാനും തന്ത്രപരമായ നീക്കങ്ങളാണ് പ്രതി നടത്തിയത്. സ്ഫോടന വസ്തു നിറച്ച പാഴ്സൽ തയ്യാറാക്കിയ ശേഷം ഒഡീഷയിലെ കാന്താബാജി റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ഇവിടെ നിന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂരിലേക്ക് ട്രെയിൻ കയറി. സ്ഫോടനം നടന്ന പട്നാഘട്ട് ടൗണിൽ നിന്ന് 250 കിലോമീറ്ററോളം അകലെയുള്ള റായ്പൂരിലെത്തിയ ശേഷം അവിടെ നിന്നാണ് പ്രതി കൊറിയർ ഏജൻസി വഴി പാഴ്സൽ അയച്ചത്. യാതൊരു തെളിവുകളും ഇല്ലാതിരിക്കാൻ CCTV ക്യാമറകളൊന്നും ഇല്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള കൊറിയർ ഏജൻസി ഓഫീസാണ് പ്രതി തെരഞ്ഞെടുത്തത്. തുടർന്ന് കൊറിയർ ഏജൻസിയിൽ SK ശർമ്മ എന്ന പേരിൽ വ്യാജ വിലാസം നൽകി പാഴ്സൽ ബുക്ക് ചെയ്തു. ഇതിന് പിന്നാലെ പ്രതി ട്രെയിനിൽ തിരികെ ഒഡീഷയിലേക്ക് മടങ്ങി. ഫെബ്രുവരി 20-ന് ഒഡീഷയിലെ പട്നാഘട്ടിലെ കൊറിയർ ഓഫീസിലെത്തിയ പാഴ്സൽ 3 ദിവസം കഴിഞ്ഞാണ് സൗമ്യശേഖർ സാഹുവിന്റെ വീട്ടിലെത്തിയത്. വിവാഹ സമ്മാനമാണെന്ന് കരുതി നവദമ്പതിമാർ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം പുജിലാൽ മെഹറിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കോടതി വിധിയിൽ സംതൃപ്തിയുണ്ടെന്ന് സൗമ്യശേഖർ സാഹുവിന്റെ അമ്മയും കേസിലെ പ്രധാന സാക്ഷികളിൽ ഒരാളുമായ സംയുക്ത സാഹുവും പറഞ്ഞു. തനിക്ക് നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്നും അവർ ചോദിച്ചു. അതേസമയം അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് സൗമ്യശേഖറിന്റെ അച്ഛൻ രബീന്ദ്രൻ സാഹു പ്രതികരിച്ചു. പക്ഷേ കോടതി ജീവപര്യന്തം തടവാണ് വിധിച്ചതെന്നും എന്നാലും ഈ ശിക്ഷാവിധിയിൽ കോടതിയോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.